അധികാരവും അതിർത്തികളും പിടിച്ചെടുക്കാൻ മനുഷ്യൻ നടത്തുന്ന പോരാട്ടങ്ങളിൽ എന്നും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് നിഷ്കളങ്കരായ മനുഷ്യരാണ്, പ്രത്യേകിച്ച് കുട്ടികൾ. ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള യുദ്ധ സമയങ്ങളിലും അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ലോക മനസാക്ഷിയുള്ള ഏതൊരാളെയും നെടുക്കുന്ന രീതിയിലുള്ളവയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത് അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാനിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. ഏകദേശം 2000-ഓളം പേരാണ് അതിൽ കൊല്ലപ്പെട്ടിരുന്നത്. മാത്രമല്ല 20,000-ന് മുകളിൽ ആളുകൾക്കാണ് പരിക്കേറ്റതായിട്ടും ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ തന്നെ 250 പേർ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സാംസ്കാരിക കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടക്കം 700-ലധികം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധം ഏറ്റവും ക്രൂരമായി ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. അതിൻ്റെ ഏറ്റവും തെളിവായിരുന്നു ഈ അടുത്ത് ഗസയിൽ നിന്ന് പുറത്തു വന്ന വീഡിയോ. അക്രമകാരികൾ കസ്റ്റഡിയിലെടുത്ത പിഞ്ചു കുഞ്ഞിനെ ഇസ്രായേൽ സൈന്യം ക്രൂരമായി പീഡിപ്പിച്ച വാർത്തകൾ, അതായത് കുഞ്ഞിന്റെ ശരീരത്തിൽ സിഗരറ്റ് കുത്തിയെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ ലോക മനസാക്ഷിയെ തന്നെ പിടിച്ചുലക്കുന്ന രീതിയിലുള്ളതായിരുന്നു. മനുഷ്യത്വത്തിന്റെ സകല അതിർവരമ്പുകളിൽ ലംഘിക്കപ്പെടുന്ന കാഴ്ചകളാണിതെല്ലാം. ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിയറ്റ്നാം യുദ്ധത്തിനിടെ ബോംബേറിൽ വിറങ്ങലിച്ച് അലറിക്കരഞ്ഞ് നഗ്നമായി ഓടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമുണ്ടായിരുന്നു. അതുപോലെ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ കടൽ തീരത്തടിഞ്ഞ ഹെലൻ കുർദി എന്ന് പറയുന്ന 3 വയസ്സുകാരൻ്റെ മൃതദേഹവും. മാത്രമല്ല യമനിലെയും അഫ്ഗാനിസ്ഥാനിലെയും, എന്തിനേറെ പറയുന്നു, ലോകത്തിന്റെ പല പ്രദേശങ്ങളിൽ യുദ്ധസമയങ്ങളിൽ ദശലക്ഷക്കണക്കിന് കുട്ടികൾ പട്ടിണിയിലായതും വിദ്യാഭ്യാസവും വീടും നഷ്ടപ്പെട്ടതും ഇന്നും ലോകത്തിന്റെ ഓരോ മനുഷ്യന്റെ ഉള്ളിലെയും നീറ്റലാണ്. പറഞ്ഞു വരുന്നത്, ഓരോ യുദ്ധവും തീരുമ്പോഴും തോൽക്കുന്നത് ഭരണാധികാരികളോ അക്രമികളോ അല്ല, മറിച്ച് വരും തലമുറയെ നയിക്കേണ്ട കുട്ടികളാണ്.